ഓക്കെ മച്ചാമാരെ, അപ്പം നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത ഓക്സിൽ ലൈറ്റ് ഉണ്ടല്ലോ HJCയുടെ, അപ്പോൾ അതിൻ്റെ ഒരു പെർഫോമൻസ് സ്റ്റോക്ക് ലൈറ്റിന് എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പാടത്തിൻ്റെ നടുക്കാണ്. ഇവിടെ ഒരു വെട്ടവുമില്ല. ഇപ്പം കണ്ടല്ലോ കംപ്ലീറ്റ്. ഇപ്പോൾ വണ്ടി ജസ്റ്റ് ഇഗ്നിഷൻ മാത്രമേ ഉള്ളൂ ഓൺ ആക്കുന്നത്, സ്റ്റാർട്ടായിട്ടില്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. കാണാമല്ലോ, ന്യൂട്രലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് വണ്ടിയുടെ നോർമൽ സ്റ്റോക്ക് വെട്ടം. സ്റ്റോക്ക് വെട്ടം എന്ന് പറയുമ്പം ഇതിപ്പം വണ്ടി ഓൺ ആകുമ്പോഴേ ഡിപ്പറായിട്ടാണ് കിടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ അപ്പർ. കണ്ടോ, ഏകദേശം അവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട്. അപ്പോൾ അത് കാണാൻ പറ്റും. ഇപ്പോൾ ഡിപ്പറിലാണെന്നുണ്ടെങ്കിൽ അത് കാണത്തില്ല, അപ്പറിലാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇത്രയും വെട്ടമാണ് ഈ വണ്ടിയുടെ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഇതാണ് പാസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ വണ്ടിയുടെ കംപ്ലീറ്റ് വെട്ടം. അപ്പോൾ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ നൈറ്റ് വേറൊരു വണ്ടിയുടെ വെട്ടം ഓപ്പോസിറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഭയങ്കര വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് HJC എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ഫോഗ് ലംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡിഫിക്കേഷനാണ് അതൊക്കെ. അപ്പോൾ ഞാൻ ചെയ്തത് കാണിച്ചു തരാം. എനിക്കതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ട് എത്രത്തോളം എനിക്ക് ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഞാനത് സൈഡിൽ ഒരു പിക്ചർ കൊടുക്കാം. ഇവിടെ 2 സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് കൺട്രോൾ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ ഇത് ഞാൻ ഡിപ്പറിലിട്ടേക്കാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് യെല്ലോ ലൈറ്റ് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ യെല്ലോ ലൈറ്റ്. ഈ യെല്ലോ ലൈറ്റ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോഗി കണ്ടീഷനിലൊക്കെ പോകുമ്പോൾ യെല്ലോ ലൈറ്റ് നന്നായിട്ട് ഉപകാരപ്പെടും. എന്ന് വെച്ചാൽ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് വൈറ്റ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം യെല്ലോ ലൈറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ടൈമിൽ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. ഇതാണ് യെല്ലോ ലൈറ്റ്. യെല്ലോ ലൈറ്റിൻ്റെ ഒരു പവർ കണ്ടല്ലോ, സ്റ്റോക്ക് ഹെഡ് ലൈറ്റ് കാണാനേ ഇല്ല. ഇതാണ് മെയിനായിട്ടൊരു ഇഷ്യൂ. നമ്മൾ ഹൈവേയിൽ ഓടിക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിയുടെ യെല്ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട, ഒന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ഒരു വൈറ്റ് ലൈറ്റ് ഉണ്ട്. അതാണ് ഇതിൻ്റെ അപ്പർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു ഫോക്കസാണ്, ഗ്രൗണ്ട് മാത്രമേ കാണുള്ളൂ. ഇതിൻ്റെ അപ്പർ എന്ന് പറയുമ്പം ഇതാണ് കണ്ടോ. സ്റ്റോക്കിനേക്കാൾ എന്ത് ഡിഫറൻസ് ഉണ്ടെന്ന് നോക്കി. സ്റ്റോക്കിൽ ആ ഒരു ഇത് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ അവിടെ ഒരു മരമൊക്കെ ഉണ്ട്, അതധികം ഫീൽ ചെയ്യത്തില്ല. അപ്പം അതാണ് ഇതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത്. അപ്പം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു യൂസ്ഫുൾ മോഡിഫിക്കേഷനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട്, ചെയ്തിട്ട് കൊള്ളാവോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, ഞാനിത് ഇവിടെ പിടിപ്പിച്ചേക്കുന്നത് കാണിക്കാവേ. ഒരു സെക്കൻഡ് യെല്ലോ ലൈറ്റ് ഇടാം, അപ്പോൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാവുന്നത് ബെറ്ററായി. ഇത് നമ്മുടെ സ്റ്റോക്ക് ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് താഴെ ഒരു ക്ലാമ്പ് ഇട്ടിട്ടാണ് പിടിപ്പിച്ചേക്കുന്നത്. ഇതുണ്ടോ, ഇതൊരു സ്റ്റോക്ക് ഹെഡ് ലാമ്പിൻ്റെ താഴെ തന്നെ പിടിപ്പിച്ചേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അറിയാനും പറ്റില്ല. അതുപോലെ തന്നെ പെർഫോമൻസ് കിട്ടുകയും ചെയ്യും. പിന്നെ എതിരെ വരുന്ന ആൾക്കാരുടെ കണ്ണിലൊന്നും അടിക്കില്ല. ചിലരൊക്കെയാണ് ഈ മീറ്ററിൻ്റെ ഇവിടെ ഞാൻ വെച്ച് സെറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ അത് എതിരെ വരുന്ന ആൾക്കാരുടെ കണ്ണിലോട്ട് ഡയറക്റ്റ് ആയിരിക്കും അടിക്കുന്നത്. അപ്പോൾ അതിലും ബെറ്റർ അവിടെ തന്നെ പ്ലേസ് ചെയ്യുന്ന നമുക്കുണ്ടോ കറക്റ്റ് റോഡേ കാണുക. ഇതാണ് ഞാൻ ചെയ്ത ഒരു ലൈറ്റ് മോഡിഫിക്കേഷൻ. എന്തായാലും അതൊരു വെർത്തി മോഡിഫിക്കേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ഇതല്ലാതെ ഞാൻ ഒരു ഹസാർഡ് ഫ്ലാഷർ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഇൻഡിക്കേറ്റർ സ്വിച്ചിൽ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് സെൻറ്റർ ആക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഫ്ലാഷർ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അത് ചേഞ്ച് ചെയ്യാനായിട്ട് ജസ്റ്റ് റൈറ്റ് നോക്കിയാൽ മതി. പക്ഷേ ഇതിനകത്തൊരു 60 പാറ്റേൺ ഉള്ളതുകൊണ്ട് ഇത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു പാറ്റേൺ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക മെയിനായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്യുന്നത് പറഞ്ഞത് ലൈറ്റിൻ്റെ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മോഡിഫിക്കേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ പറയുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക് യു.